നമസ്കാരം, എല്ലാവർക്കും കറിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു അച്ചാറാണ് കാണിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കുറച്ച് നാൾ കേടുകൂടാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കണം. ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ടിയുള്ള പാകവും ചേർത്ത് മുറിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് നൽകുന്നത്. ഇതുപോലെ ഈ സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതൊന്ന് ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഉണക്കിയ മാങ്ങ ഒരു നനവില്ലാത്തൊരു പാത്രത്തിലോട്ട് ഉപ്പും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു ദിവസം വയ്ക്കുക. അങ്ങനെ എടുത്ത മാങ്ങയാണിത്. ഇത് നന്നായിട്ട് ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ജ്യൂസൊന്ന് മാറ്റി വയ്ക്കാം, ഊറ്റിയെടുക്കാം. ഇത് 2 സ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് ഈ ജ്യൂസിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അച്ചാറുണ്ടാക്കാം. ഇതിൽ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് ഇതിന്. കുറച്ച് കടുക് ചേർക്കാം. മൂന്നോ 4 വറ്റൽ മുളകും കൂടെ ചേർക്കാം. കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നുറുക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. തീ ഓഫാക്കിയിട്ട് ഇത് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 4 സ്പൂൺ പിരിയൻ മുളകാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തീ ഒന്ന് ഓണാക്കിയിട്ട് ഈ കടുകിൻ്റെ മിക്സ് ചേർക്കാം. കാൽ കപ്പ് വിനാഗിരിയും ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിൽ 1 സ്പൂൺ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. തണുക്കുന്നതുവരെ മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം മാങ്ങയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഗ്രേവിക്ക് ആവശ്യമായ നമുക്ക് വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയ വെള്ളമാണ് ചേർക്കുന്നത്. ഗ്രേവിക്കനുസരിച്ച് നമുക്കിത് ചേർക്കാം. ഇത് ചേർക്കുന്നത് കൊണ്ട് മാങ്ങ കേടാവുകയോ പൂത്തു പോവുകയോ ഒന്നും ചെയ്യില്ല. തണുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും കഞ്ഞിക്കും സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകും. താങ്ക് യു.